തെറ്റു ചെയ്യാത്തവരാരുണ്ട്, തെറ്റില്ലാത്തവരാരുണ്ട്. ഞാൻ പുള്ളിയോട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കലാഭവനിൽ ഒരാള് അതേപോലെ കാണിക്കും. അതെ അതെ. അപ്പോഴാണ് ഫസ്റ്റ് പോയിട്ട് പാം ബീച്ച് ഹോട്ടലിൽ ദുബായിൽ എല്ലാവരും പറഞ്ഞു എന്നെ പോലെ കാണിക്കുന്നുണ്ട്, ഒന്ന് കാണിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അല്ല, പണ്ട് ഷീലാമ്മയുടെ പുറകെ പോയിട്ട് ഈ കല്ലെറിഞ്ഞ് വിളിക്കും, പോയിട്ട് ഇങ്ങനെ ഇടിയും അമ്മയെ കൂടെ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാതെ. ഓ അങ്ങനെ ഉണ്ടല്ലേ, അത് അമ്മയുടെ മേത്താണോ കൊള്ളുന്നത്? ഓ ഞാനതൊന്നും കണ്ട. എല്ലാവർക്കും ഈ പ്രേം നസീർ ഞാൻ ചെയ്യുന്നതിൽ ഒരിങ്ങനെ ഒരു ശബ്ദം പറഞ്ഞു. അതെ, രാത്രി 12 മണി 1 മണിയാകുമ്പോൾ പ്രസാദ് ഇന്നസെന്റ് ഏട്ടൻ അത് എപ്പോഴും ഉണ്ടായിരുന്നു. രാവിലെ വിളിക്കില്ലേ, പുതിയ കഥ കിട്ടിയിട്ടുണ്ട് ചോദിച്ചിട്ട് അപ്പൊ ഇനി ഇത് വിൽക്കല്ലേ, അത് മമ്മൂട്ടിയുടെ തല്ലേക്ക് ഇടണം, മോഹൻലാലിന്റെ തല്ലേക്ക് ഇടണം, മോഹൻലാൽ ഇരിക്കട്ടെ. ആ ഒരു സമയത്ത് ഈ കസറ്റ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ. അല്ല നീ കാസറ്റല്ല, നീ കസറ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ട്രൂപ്പിൽ പോയ ഗിന്നസ് വെറുതെ കിട്ടും. ഗിന്നസിന്റെ ട്രൂപ്പിന് പേരിട്ടിട്ട് എത്ര മിമിക്രിക്കാരെ ഗിന്നസ് കൊണ്ട് നടക്കുന്നത്. ഈ വിദേശത്ത് പരിപാടിക്ക് പോയിട്ട് നോട്ടീസ് കൊടുക്കുമ്പോ മനോജ് ഗിന്നസ്, മറ്റേ ഗിന്നസ് ഒക്കെ കാണുമ്പോ ഇയാൾ നോക്കും അവരുടെ ഇവൻ ആരുടെ കാലങ്ങളായിട്ട് മഹാരാജാവ് ഞാനാ. കഴിഞ്ഞ ഏകദേശം 25 വർഷമായിട്ട് രാജാവ് മഹാരാജാവ്. ആ മഹാരാജാവ് ജയറാം. അമ്മയുടെ ഷോയ്ക്ക് സ്ക്രിപ്റ്റ് വായിക്കാണ്. അപ്പൊ ഒരാൾ വന്നിരിക്കുന്നത് ജയറാമുണ്ട്. അപ്പൊ ജയറാമേട്ടൻ രാജാവ്. അതെ എന്താ അവസാനം ഈ റാണി വൃത്തിന്റെ കൂട്ടത്തിൽ ഓടിപ്പോകുന്ന ക്ലൈമാക്സ് ആണ്. അതെ, അത് 25 കൊല്ലായിട്ട്. അത് 25 കൊല്ലായിട്ട് ആ കഥയിൽ അതാണ്. അതിനോട് ഞങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് സൈനുദ്ദീൻ വെറുതെ രാവിലത്തെ പേപ്പർ എടുത്തിട്ട് ആ കലീസ് ടൈംസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പറയും, പത്മരാജന്റെ പുതിയ നായകൻ കൊള്ളല്ലോ, ജയറാം ഇത് കണ്ടിരുന്നോ? ആ പുതിയ ആള് വേറെ ഇട്ടല്ലോ, ഊട്ടി പ്രസാദൻ അതായത് 40 വർഷം മുമ്പ് സെപ്റ്റംബർ 1984 ജയറാം എന്ന് പറയുന്ന ആളിനെ കലാഭവനിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ തൊട്ടുള്ളത് ഹിസ്റ്ററിയാണ് അല്ലേ? പ്രസാദനല്ലേ പെരുമ്പാവൂർ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന പ്രസാദ്. അപ്പൊ ആ സ്റ്റോറി നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഇട്ടില്ല വേദികൾ. അന്ന് പ്രസാദിന്റെ കൂടെ വന്ന ആരാണ്? ഇല്ല, റഹ്മാനാണോ? റഹ്മാൻ. ഓ, ഞാനത് മാറി ഒരിക്കലും. എനിക്ക് സൈനുദ്ദീൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ തെറ്റുപറ്റിയാണ്. ഞാൻ എന്റെ ഓർമ്മ സൈനുദ്ദീനും പ്രസാദും കൂടി വന്നതാണ്. പെരുമ്പാവൂര് ഈ അടുത്ത് ഞങ്ങളൊരു ഓണം ഷോ ചെയ്തു. അപ്പോഴും അവിടെ MLA ആരാണെന്ന് ഓർക്കുന്നില്ല. ഫസ്റ്റ് ഇത് ജയറാമിന്റെ നാട്ടിൽ ഇതാ എത്തിയിരിക്കുകയാണ് KS പ്രസാദ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര വലിയ ഒരു മെന്റർ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? അതെ അതെ, കാരണം മെന്റർ ചെയ്ത് കൊണ്ടുവന്ന ഒരാളെ അല്ലേ. പിന്നെ അത് മാത്രമല്ല, ജയറാം അത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ശങ്കര കോളേജിൽ പുള്ളി ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവതരിപ്പിക്കുന്നു, അത് കാണുന്നു, ഞങ്ങളെല്ലാം ശത്രുക്കളാവുന്നു. അപ്പോ കാരണം ഞങ്ങളുടെ ഐറ്റംസ് അപ്പൊ അബേലച്ചൻ ആള് മിടുക്കനാണല്ലോ എന്ന് പറയുന്നു, അബേലച്ചൻ വിളിക്കാൻ പറയുന്നു. അങ്ങനെ ഈ ലാല് പോയ ഒരു ഗ്യാപ്പിലാണ് ജയറാം വരുന്നത്. ജയറാം വന്നോടെയാണ് ഈ മിമിക്രി ഫീൽഡിൽ ഒരു ഗ്ലാമർ വന്നു വിട്ടത്. രാത്രി പലപ്പോഴും പ്രോഗ്രാം കഴിഞ്ഞിട്ട് പല ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കും. എറണാകുളം ബസ് സ്റ്റാൻഡിലോ അത് രാവിലെ പെരുമ്പാവൂർക്കുള്ള ബസ്, അടുത്ത ദിവസം അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ രാത്രി പ്രസാദൊക്കെയായിട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഈ പ്രേം നസീർ ഞാൻ ചെയ്യുന്നതിൽ ഒരിങ്ങനെ ഒരു ശബ്ദം പറഞ്ഞു. അതെ, രാത്രി 12 മണി 1 മണിയാകുമ്പോൾ പ്രസാദ് പ്രേം നസീർ കിട്ടിയിട്ടുണ്ട്. 12:30 1 മണി. അല്ല, വരാനുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ജയറാമിന്. ഓർമ്മയുണ്ടോ? അല്ല, അവിടെ തൊട്ട് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജുകളിൽ നിന്നും സിനിമയിലേക്ക് എന്ന് പറയുന്നത് ശരിക്കും മിമിക്രി. നേരത്തെ പിഷാർ റെഡ്ഡിയും പറഞ്ഞു മിമിക്രിക്ക് ആ ഒരു മിമിക്രി ഫീൽഡിന് തന്നെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് കൊടുത്തത് ജയറാമേട്ടനും അല്ലേ? ഒരു ഗ്ലാമർ വന്നതും. അത് മാത്രമല്ല, നമ്മൾ എവിടെ ചെന്നാലും ഒരു നടൻ നായകനാകുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വെയിറ്റേജ് ഉണ്ടല്ലോ. ആ വെയിറ്റേജ് ജയറാമാണ് തുടക്കക്കാരൻ. അതിനുശേഷമാണ് ഇത് ബാക്കി എല്ലാവരും വരുന്നത്. അവസാനം പിഷാരടി. അത് വലിയ വേറൊരു കാര്യമുള്ളത്, ജയറാമേട്ടൻ നായകനാകുന്നത് അക്കാലത്തെ
ഏറ്റവും വലിയ ക്രൂവിന്റെ കൂട്ടത്തിലാണ്. Absolutely. പത്മനാഭൻ sir. ഏറ്റവും വലിയ ക്രൂ സംഗീതത്തിന്റെ സെക്ഷനിൽ, ഡയറക്ഷന്റെ സെക്ഷനിൽ ഹരിപ്പോത്തൻ. എല്ലാരും ഒപ്പം ഒന്നിച്ച് 2 പടമാണ് കമ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ അവിടെ 3-ാം പക്കവും പടപടയുന്ന 2 പടം ഒന്നിച്ച് കമ്മിറ്റ് ചെയ്യപ്പെട്ട രീതിയിൽ ഹീറോ ആയിട്ട് വന്നിട്ടുള്ള ആളാണ് ജയറാമേട്ടൻ ആ സമയത്ത്. അതൊരു വലിയ അത്ഭുതവും ഭാഗ്യവും ഒക്കെയാണ്. മാത്രമല്ല ഈ പുള്ളി ഇപ്പൊ സിനിമാ താരമൊക്കെ ആയ ശേഷം ഈ പല ഫിലിം സ്റ്റാർസ്, മിമിക്രിയിൽ നിന്ന് വന്ന പല ഫിലിം സ്റ്റാർസ്. എന്ത് നിങ്ങൾ പറയണ ഇപ്പോഴും മിമിക്രി കാണിക്കാൻ പോണ കഥയാണോ? പ്രശ്നമുണ്ട്. കാരണം പലതും കാണിക്കാറുണ്ട്. ഇപ്പൊ കാണിക്കാൻ പറഞ്ഞാലും ഇപ്പൊ ശബ്ദം ഇടും. എനിക്ക് തൊണ്ടസുഖമില്ല അങ്ങനെയൊന്നും പറയാറില്ല. അപ്പൊ ചെയ്യും. ഏത് സ്റ്റൈൽ ചെന്നാലും ഇത് നമ്മളിപ്പോൾ കുറച്ച് ഒരു സ്റ്റാർ ലെവലായി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രായമുള്ള ഒരാളുടെ വേഷമാണ്. ഒരു പുതപ്പ് ഇട്ട് അല്ലെങ്കിൽ ഒരു തോർത്തിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഇല്ല ഇത് മതി ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. മനസ്സിലായില്ലേ? ഒരു തോർത്തിടാൻ പറഞ്ഞാൽ പോലെ ഇടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ജയറാമിനടുത്ത് പറഞ്ഞ ഒരു പെണ്ണിന്റെ വേഷം കിട്ടണമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ പുള്ളി പെണ്ണിന്റെ വേഷം കിട്ടും. ഒരു രാജാപ്പാട്ട് വേഷം കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഈ അടുത്തൊക്കെ കണ്ടു ഈ പണ്ടത്തെ മിമിക്രിക്കാരൊക്കെ കളിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു രാജാപ്പാട്ട്. കാലങ്ങളായിട്ട് മഹാരാജാവ് ഞാനാ. ഇനി അത് ഞങ്ങളുടെ അമ്മ ഷോ നടത്തിയാലും, അബുദാബി ഷോ, ദുബായ് ഷോ ആണെങ്കിലും, അമേരിക്കൻ ഷോ ആണെങ്കിലും, ഓസ്ട്രേലിയ ആണെങ്കിലും, കഴിഞ്ഞ ഏകദേശം 25 വർഷമായിട്ട് മഹാരാജാവ് മഹാരാജാവ് ജയറാം. നല്ല ഗ്ലാമർ ആണെന്നുള്ള ഒരു സങ്കല്പം. അത് മാത്രം അതല്ല, അമ്മയുടെ ഷോയ്ക്ക് സ്ക്രിപ്റ്റ് വായിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നിരിക്കുന്നത് ജയറാമുണ്ട്. അപ്പൊ ജയറാമേട്ടൻ രാജാവ്. അതെ എന്താ അവസാനം ഈ റാണി ഭൃത്യന്റെ കൂട്ടത്തിൽ ഓടിപ്പോകുന്ന ക്ലൈമാക്സ് ആണോ? അതെ, അത് 25 കൊല്ലമായിട്ട്. അത് 25 കൊല്ലമായിട്ട് ആ കഥയിൽ അതാണ്. ഞാൻ മഹാരാജാവ്, മഹാറാണി മറ്റേ ഭടന്റെ കൂടെ മന്ത്രിയുടെ കൂടെ ആരെങ്കിലും ഒളിച്ചോടിപ്പോയി. ഒരു ജാറി ഇത് തന്നെ 25 കൊല്ലം. ഇടയ്ക്ക് ഒരു പാലക്കാടൻ ഭാഷയിൽ രാജാവായിരുന്നല്ലോ ഇടയ്ക്ക്. ഭാഷ മാത്രം രാജാവ് തന്നെയാണ്. മാറ്റമുണ്ട്. ഇപ്പൊ പറഞ്ഞപ്പോ നമ്മുടെ ഒരു കസറ്റ് കാലഘട്ടത്തിലുള്ള സ്കിറ്റിലെയാണ് ഈ മറ്റേ ആ ഒരു സമയത്ത് ഈ കസറ്റ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ, അല്ലെ? കലാഭവന്റെ കസറ്റുകളായിരുന്നു അന്ന് കാണാൻ പറ്റുന്നത്, എല്ലാം ഉണ്ടായിരുന്നു. അതിലൂടെ ഞാൻ പറഞ്ഞ പ്രസാദേട്ടൻ ശരിക്കും എപ്പോഴും ഇപ്പോഴും സ്റ്റേജിൽ ഡോക്ടറേറ്റുള്ള വ്യക്തിയാണ്. അല്ല SSLC നീ കാസറ്റല്ല, നീ കസറ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാനും പെട്ടെന്ന് ആദ്യം എനിക്ക് കിട്ടിയില്ല. 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മളൊക്കെ കാസറ്റ് പുതിയ സിലബസ് ആണ്. പുതിയ സിലബസിൽ കസറ്റാണ്. നമുക്ക് ഇപ്പൊ ആ ഒരു കാലഘട്ടം പറയുമ്പോ നമ്മുടെ ഏറ്റവും വലിയൊരു വോയിഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ, സൈനുദ്ദീൻ, സിദ്ദിഖ് സാർ, നാരായണൻകുട്ടി, റഹ്മാൻ, രവി. അല്ല ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ലാത്ത കുറച്ച് ആൾക്കാരും ഉണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ഇയറ ഓഫ് മിമിക്രി എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറെ പേരൊന്ന് കൂടെയില്ല. സൈനു എപ്പോഴും ഞാനതാ പറയാ, നമ്മളെ ചിരിക്കാനും ചിരിപ്പിക്കാനും പഠിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ. കൗണ്ടർ പോലെ ഇപ്പോഴും കൗണ്ടർ അടിക്കുന്ന ആളുകളില്ല. ശരിക്കും പറഞ്ഞാൽ സൈനുദ്ദീന്റെ കൗണ്ടറിന്റെ ഒരു 25% സൈനുദ്ദീൻ സിനിമയിൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അതൊരു സത്യമാണ്. മിനിറ്റിന് അല്ലേ നമ്മൾ എന്തോരം ഒരു കാലഘട്ടത്തിൽ ചിരിച്ചിരിക്കുന്നു. ഈ നർമ്മം പറഞ്ഞ പരസ്പരം വേദനിക്കാതിരിക്കുക 1. 2, ഈ നർമ്മം പറഞ്ഞ ശേഷം കേട്ട ആളും കൂടെ ചിരിക്കുക. അത് ഈ ബാച്ചിന്റെ കൂട്ടത്തിൽ ഇരുന്നാല് എപ്പോഴും വലിയ സന്തോഷമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് പ്രസാദേട്ടന്റെ വിറ്റാണ് സിദ്ദിഖ് സാർ ഞങ്ങളുടെ ഒരു ഷോയുമായി ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ വേറൊരു വിഷയം സംസാരിച്ചു. പെട്ടെന്ന് സിദ്ദിഖ് സാറ് പ്രസാദേട്ടനോട് ചോദിച്ചു, ഈ പ്രസാദിന്റെ മുടി വിഗാണോ എന്ന് ചോദിച്ചു. അയ്യോ അല്ല, ഒറിജിനൽ അതെ, നോക്ക് പ്രസാദേട്ടനോട് മുഴുവൻ പോലീസ് കൊടുത്തതിന് എനിക്ക് തോന്നി ഇത്ര മോശമായ വിഗ് ആരും ഉണ്ടാക്കില്ല. ഇങ്ങനെ ഇത്ര മോശമായിട്ടാണ് പ്രസാദം മുടി ഇങ്ങനെ ചീക്കി വെച്ചോണ്ട് വന്നേക്കുക. ഇത് പറഞ്ഞതാ. അപ്പോഴേ എല്ലാരും ചിരിക്കുന്നു. അവിടെ അവരുടെ ഒരു പ്രൊഫൈൽ അല്ലാത്ത ആൾക്കാരുണ്ട്, നമ്മളുണ്ട്, എല്ലാരും ഉണ്ട്. ഒരു പ്രോട്ടോകോൾ ഒന്നും ഇല്ല അവിടെ. പൊട്ടി ചിരിച്ചു പോകുന്ന നർമ്മങ്ങൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യത്തോടെ പറയുമായിരുന്നു. നേരത്തെ പിഷാരി പറഞ്ഞ പോലെ ആ ജനറേഷൻ അതൊരു കുറച്ചുകൂടി ഒരു ആ രീതിയിൽ എൻജോയ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ആ സമയത്ത് സെറ്റുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കോമഡി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ എല്ലാരെയും അറിയിക്കട്ടെ പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല. ഇന്നസെന്റ് ഏട്ടൻ അത് എപ്പോഴും ഉണ്ടായിരുന്നു. രാവിലെ വിളിക്കില്ലേ, പുതിയ കഥ കിട്ടിയിട്ടുണ്ട് ചോദിച്ചിട്ട് അപ്പനി ഇത് വിൽക്കല്ലേ.
അത് മമ്മൂട്ടിയുടെ തല്ലേക്ക് ഇടണോ മോഹൻലാലിന്റെ തല്ലേക്ക് ഇടണോ? മോഹൻലാൽ ഇരിക്കട്ടെ. അങ്ങനെയാണ് കൂടുതല്. പ്രസാദ് അപ്പോ ഈ ജയറാമേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തൊട്ടതുള്ളത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുള്ള സിനിമാ കാലഘട്ടത്തിലും ഇതിലുമൊക്കെ എന്തെങ്കിലും പ്രസാദൻ ഇപ്പോഴും ഒരിക്കലും സിനിമ എന്ന് പറയുന്നതിലോട്ട് പോയിട്ടേ ഇല്ല. ഞങ്ങളെ ശരിക്കും പറഞ്ഞ ഞങ്ങളിടയ്ക്ക് ഒരു കേരള കോൺഗ്രസ്സുകാരാ. ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് കൂടും. കേരള കോൺഗ്രസ് പോലെ. അപ്പൊ അത് ഇടയ്ക്ക് പിണങ്ങി കഴിഞ്ഞാൽ കൂടിപ്പിച്ച ആരാന്നറിയോ? ഇദ്ദേഹമാ. പ്രസാദിന്റെ മോള് അമേരിക്കയിൽ വെച്ച് കണ്ടപ്പോ എന്നെ ചോദിച്ചു. അമേരിക്കയിലായിരുന്നില്ലേ? എന്റെ സിസ്റ്ററിന്റെ മോള്. ഞാൻ എന്റെ പ്രസാദിന്റെ ഇങ്ങനെ മകളാണ്. അത് ഇപ്പോ അറ്റ് പ്രസന്റ് നിങ്ങൾ തമ്മിൽ വഴക്കിലാണോ? ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറയാം. അല്ല, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കില്ല. വഴക്കിനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതോ പ്രസാദനും ഈ സിനിമ അങ്ങനെ പോവില്ല. ഞാന് എന്റെ പടം ചെയ്തപ്പോ, ഈ തത്ത ചെയ്ത സമയത്ത് ഞാൻ പ്രസാദേട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തണം തോന്നി. ഞാൻ പ്രസാദിനെ വിളിച്ചേട്ട ഒരു വേഷമുണ്ട്, പടത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. കുറച്ച് ഞാൻ വിളിച്ചു, എനിക്കൊരു വേഷം ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരാളുടെ പേര് പറയും, ഇത് അയാൾക്ക് കൊടുത്തേക്കെന്നും പറഞ്ഞു അങ്ങനെ വേഷം കൊടുത്തിട്ടുള്ള ആളാണ്. പിന്നെ ഞങ്ങള് ജയറാമേട്ടന്റെ 35 yearsന്റെ ഒരു വലിയ ഇവന്റ് ചെയ്തതിനകത്ത് പ്രധാനം ഉണ്ടായിരുന്നു. ചേട്ടനൊക്കെ കൂടെയാണ് ചെയ്തത്. ഇവരെല്ലാവരും ഞാൻ പറഞ്ഞത് ഈ ഒരു ഗാങ്ങിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഈ പറയുന്നത് പോലെ നമുക്ക് റെമിനിസ് ചെയ്യാനായിട്ട് കുറെ മൊമെന്റ്സും കുറെ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മിമിക്രി കാണിക്കാൻ അന്ന് എപ്പോഴും ഒരു ട്രൂപ്പായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ജയറാമേട്ടനെ ഈ ജയറാമാണ് പിന്നീട് നടനായത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ജയറാമിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ജയറാം എന്നും വണ്ടിയിലോട്ട് കയറിയാൽ ആദ്യം പറയുന്നത് ദാമോദരന്റെ കാര്യം, കൃഷ്ണൻകുട്ടിയുടെ കാര്യം, ഇങ്ങനെ ഇങ്ങനെ ഓരോ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മളിത് ആരാണ്? കുറെ കഴിയുമ്പോഴാണ് കൃഷ്ണൻകുട്ടിയുടെ തിടമ്പ് അന്ന് കണ്ട പോലെ തന്നെ പിന്നീട് മനസ്സിലാണ് ഇത് ആനയാണെന്ന്. അന്ന് ഇത് തന്നെ വണ്ടിയിലോട്ട് അങ്കമാലിയിൽ അങ്ങോട്ട് കയറിയായി കഥ പറച്ചില്ല. ശരിയല്ലേ? പിന്നെ ഞങ്ങളൊരിക്കല് പ്രോഗ്രാമിന് പോയി മൈസൂര് പ്രോഗ്രാമിന് പോയപ്പം ഞങ്ങൾ ഈ കാട്ടിക്കൂടെയാണല്ലോ പോകുന്നത്. അപ്പൊ ജയറാം ഉറങ്ങിയിട്ടില്ല. ജയറാം ഈ ആനയെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളൊക്കെ നല്ല ഉറക്കമാണ്. മൈസൂർ എത്തി, പ്രോഗ്രാം കഴിഞ്ഞു. തിരിച്ചു വരുമ്പോഴും പുള്ളി രാവിലെ വരുന്നത് സൈലന്റ് ആയിട്ട് ഇരിക്കുക. പുള്ളി ഞാൻ എന്താ പറയുന്നത്, വഴിക്ക് വെച്ചൊരു ആനയെ കണ്ടു. ആനയും കുട്ടികളും നിൽക്കുന്നു. വളരെ നമ്മുടെ വണ്ടിയുടെ ഒരു 5 അടി അകലെ. ഞങ്ങളിങ്ങനെ നിന്നതും ആന എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കി വന്നു. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. വണ്ടി ഭയങ്കര സ്പീഡിൽ വണ്ടി വിട്ടു. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് സൈലന്റ് ആയി പോയി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. കാരണം ജയറാമിന്റെ മുഖമൊക്കെ ചുവന്നു പോയി ഇങ്ങനെ പേടിച്ചിട്ടേ. ആനയും കുട്ടിയും കൂടെ ഒരുമിച്ചെന്നാണ് കാണുന്നത്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് പല്ല് കേൾക്കണമല്ലോ. അങ്ങനെ കൊളക്കടവിൽ, അതൊക്കെയാണ് അന്നത്തെ 5 സ്റ്റാർ. കൊളക്കടവിൽ ഞങ്ങൾ പതുക്കെ ഇറങ്ങി, പതുക്കെ അവിടെ ചെന്ന് ജയറാം മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറകെ വന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി. എടുത്തൊരു ഓട്ടം. കാരണം ആനയെ കണ്ടാ പേടിയിലാണ്. അങ്ങനെ ഉണ്ടായ വേറെ സംഭവങ്ങളുണ്ട്. ജയറാമിനെ വന്നാൽ എന്താ പ്രശ്നം എന്നുള്ളത് അതിന്റെ സീരിയസ്നെസ് ഇവർക്ക് അറിഞ്ഞൂടാ. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ പ്രസാദേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജയറാം ക്യാരക്ടർ ഏതാണ്? അല്ല, ഈ പിഷാരടി ഇരുന്നുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ജയറാമിന്റെ ഒരുപാട് സിനിമകളിൽ, പഴയ കമൽ പടങ്ങളിൽ, പെരുവണ്ണാപുരം മുതൽ ഒരുപാട് ജയറാമിന്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ വളരെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് രമേശ് പറയണ്ടായിരുന്നു, ഇല്ല പഴയ ജയറാം ചേട്ടനല്ല, അങ്ങനെയാണല്ലോ, പുതിയൊരു ജയറാം ചേട്ടനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കങ്ങ് കഥയൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും നാളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ജയറാമിനെ അവതരിപ്പിച്ചത്, വളരെ ഡിഫറെന്റ് ആയിട്ടൊരു ആളെ അവതരിപ്പിച്ചത് രമേശ് പിഷാരടി. ശരിയല്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒരു 88 തുടങ്ങി ഒരു 98, 2000 വരേക്കൊക്കെ, 2005 വരേക്കൊക്കെ സൈഡിൽ നിന്ന് പറഞ്ഞു തരാൻ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് തെറ്റാണ്, 1 more എടുക്കാം, ഇങ്ങനെ ചെയ്യുമെന്ന് പറയാനായിട്ട്. പിന്നീട് അത് മാറി, ഒരു മോണിറ്റർ വന്നു, ഡയറക്ടർ ഒരുപാട് ദൂരേക്ക് പോയി. ടോട്ടാലിറ്റി നോക്കുമ്പോൾ പിന്നെ നമ്മളായിട്ട് അങ്ങോട്ട് ചെയ്യും. ഓക്കെ ആണോ, ഇതെവിടെയാണ് ഡയറക്ടർ നോക്കിയിട്ട് അത് ഓക്കെയാണെന്ന് പറയാം. അപ്പോൾ ഒരേ ചിരി, ഒരേ സങ്കടം, ഒരേ കരച്ചിൽ, ഒരേ റിയാക്ഷൻസ്, അങ്ങനെ കാലങ്ങളോളം അങ്ങനെ ഒരു 10 വർഷം ഉണ്ടായിരുന്നു. ആ ഒരു അത് മാറ്റിയത് പിഷാരടി. ആ 10 കുറെ പടങ്ങൾ ഹിറ്റും ആവും. സിനിമയ്ക്ക് ബിസിനസ് നടക്കുമല്ലോ, തിയേറ്ററിലാണെങ്കിൽ സിനിമ ഒരു സാറ്റലൈറ്റ് മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ജയറാമേട്ടന്റെ പടത്തിന് ജയറാമേട്ടന്റെ ഒരു സ്റ്റോക്ക് ഫാമിലി ഓഡിയൻസ് ഉണ്ട്. ജയറാമേട്ടന്റെ പടം നല്ലതാണ് എന്നൊരു ചെറിയ റിപ്പോർട്ട് വന്നാൽ തന്നെ ഇറങ്ങാനും പോവാനും കാണാനും തയ്യാറായി നിൽക്കുന്ന ഒരു ഫാമിലി ഓഡിയൻസ് ഇപ്പോഴും കേരളത്തിൽ അദ്ദേഹത്തിനുണ്ട്.
അപ്പൊ അവരിറങ്ങിയും കണ്ടും ഈ പറയുന്ന ജയറാമേട്ടൻ പറയുന്ന ഈ പടങ്ങളെല്ലാം ഒരു എബോവ് ആവറേജ് ഹിറ്റുകളായിരുന്നു. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്തു. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതിനകത്ത് ഒരുപാട് ഐക്കോണിക് ക്യാരക്ടേഴ്സും നമ്മളിപ്പോ ഈ പറയുന്നതിനിടയിൽ തന്നെയും ഒരുപാട് ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇന്ന് നമുക്ക് മീമുകളായിട്ട് ഞാൻ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ചില ഇമോഷൻസ് ഒക്കെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഉത്തമൻ പോലുള്ള പടങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഉള്ള ഇമോഷൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പോസ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. അതാണ് നമ്മൾ അതിലേക്കാണ് വരുന്നത്. അല്ല, ഞാൻ ജയറാമിനെ ഒരു മാസം മുമ്പ് വിളിച്ചു. എന്നെ പലരും വിളിച്ചിട്ട് ഡേറ്റ് ഒന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഞാനിങ്ങനെ ലാലിനെ പറ്റി പലരെ പറ്റി ദിലീപിനെ ഒക്കെ വിളിച്ച് ചോദിക്കും, നമുക്കൊന്ന് കഥ കേൾക്കാൻ ഒരു അവസരം. ഞാൻ പതുക്കെ നൈസായിട്ട് ഒഴിയാറാണ് പതിവ്. ജയറാമിനെ വിളിച്ചു, അല്ലേ, വിളിച്ചിട്ട് പറഞ്ഞു, ജയറാമേ എൻ്റെ ഒരു സുഹൃത്താണ്, ഒരു ജയറാമിന് വേണ്ടിയുള്ളൊരു കഥയാണ്, അപ്പോൾ അതൊന്ന് കേൾക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു. ജയറാം പറഞ്ഞു, ഞാൻ ഒരു പടം ചെയ്യുന്നുണ്ട് ഇപ്പം, ഓസ്ലർ. എനിക്ക് ശരിക്കും പറഞ്ഞ പേര് കേട്ടിട്ട് അന്ന് മനസ്സിലായില്ല. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ടേ വേറെ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. വേറെ സിനിമയെ കുറിച്ച് ഞാൻ ഇവിടെ കറക്റ്റ് അല്ലേ, ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി വേറെ സിനിമയുടെ കഥ കേൾക്കുന്നുള്ളൂ. ഇപ്പൊ എൻ്റെ മനസ്സ് മുഴുവൻ ഈ ക്യാരക്ടറാണ് ഓസ്ലർ. ഞാൻ ഓർത്തിരുന്നോ നൈസായിട്ട് എന്നെ ഒഴിവാക്കിയതാണ് എന്നുള്ള ധാരണയിൽ ഞാൻ അങ്ങനെ ഇരുന്ന് വെച്ചു. അല്ല, ഞാൻ അങ്ങനെയാ ധരിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സംഗതി ഒരു ചെറിയ സീരിയസ് ആണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഇത് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലായത് ഇത് കണ്ടപ്പോഴാണ്. പക്ഷെ ഞാൻ ശരിക്കും ഈ എഴുത്തുകാരൻ ഞാൻ അതിലേക്കായിരുന്നു. ഈ എഴുത്തുകാരൻ പറഞ്ഞല്ലോ ജയറാമേട്ടന് വേണ്ടി എന്ന് പറയുമല്ലോ, അതായിരുന്നു ജയറാമേട്ടൻ പറഞ്ഞ 10 കൊല്ലം സംഭവിച്ചത്. ജയറാമേട്ടന് വേണ്ടി അല്ലാത്ത കഥാപാത്രങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ഒരു നടനെ എത്രയോ നാള് ജയറാമേട്ടന് വേണ്ടി എഴുത്ത് വളയുകയാണ് ചെയ്തത്. നടനെ വളയ്ക്കുന്നതിന് പകരം എഴുത്ത് വളഞ്ഞ് കൊണ്ടു കൊടുക്കുകയും അതിനെല്ലാം ചെറിയ ലാഭം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അത് ആവർത്തിക്കപ്പെട്ടതാണ്. അല്ല, പക്ഷെ പിഷാരടി എഴുത്തല്ല വളച്ചത്, നടനെ വളച്ചത്. പറ്റും. അദ്ദേഹത്തിന് ഒരാൾ ഇത്രയും ലോങ് ടൈം നിൽക്കുന്നു, സ്റ്റേജ് അനുഭവം ഉണ്ട്, 4 ഭാഷയിലെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത് സുഖമായിട്ട് നേരെ തിരിച്ചിട്ട് വിഷുവിന്റെ അടുത്ത് ചോദിച്ചാലോ, വിഷു പഞ്ചവർണ്ണ തത്ത വിട്ടിട്ട് ജയറാമേട്ടന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് പറയാനായിട്ട് ഒരു എണ്ണം ഉണ്ടെന്ന് അറിയാം. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ജയറാം ക്യാരക്ടറൈസേഷൻ ഏതായിരിക്കും? ജയറാമേട്ടന്റെ ക്യാരക്ടർ എനിക്കൊരു 8 പടങ്ങളും കഥകളും പാട്ടുകളും ഒക്കെ അറിയാവുന്ന ആളുകൾ. എനിക്ക് മഴവിൽ കാവടി, വലിയ മഴവിൽ കാവടിയിലെ ആളെ എനിക്ക് അയാളുടെ ഒരു നിഷ്കളങ്കതയും അയാളുടെ ഒരു അവസ്ഥകളും എല്ലാം വളരെ ഇഷ്ടമാണ്. ഹെഡ് ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മഴവിൽ കാവടിയിലെ ആളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരെണ്ണം ഇടക്ക് ഞാൻ കേറട്ടെ, അയലത്തെ അദ്ദേഹം നല്ല ക്യാരക്ടറാണ്. ഒരുപാട് ക്യാരക്ടറുകൾ അങ്ങനെ ഉണ്ട്. ഒരു നമ്മുടെ ഒരു 95ന്റെ പകുതിയിൽ ഒരു നിരന്തരം ഹിറ്റുകൾ എന്ന് പറയില്ലേ, ഒന്ന് അടുത്തത് ഹിറ്റ്. ഞാൻ എപ്പോഴും പറയും, വൈക്കത്തഷ്ടമിക്കേണ്ട സമയത്ത് അവിടെയുള്ള തിയേറ്ററിൽ ഷോയ്ക്ക് സമയമില്ല. കാരണം അവിടെ ഈ എക്സിബിഷനും മറ്റേതൊക്കെ ആള് നിറയുന്നതനുസരിച്ച് നടക്കുവാണല്ലോ. അതേപോലെ തിയേറ്ററും അങ്ങനെയാ, നിറയുന്നതനുസരിച്ച് ഒരു ഷോ കഴിയുമ്പോൾ അടുത്ത ഷോയുടെ ആള് പുറത്തുണ്ടാവും. അങ്ങനെ ഈ മേലേപ്പുറമിലാൻ വീട് എന്ന് പറയുന്ന പടം 24 മണിക്കൂറും മേലേപ്പുറമിലാൻ വീട് ഓരോന്ന് കഴിയുന്ന അത് ഞാൻ കയറി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതിന്റെ ഒക്കെ ഒരു അത്ഭുതവും കൗതുകവും എനിക്ക് വലുതായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് തമിഴ്നാട് ബന്ധം, നസീർ സാറിന്റെ മറുനാട്ടിലൊരു മലയാളി പോലെയൊക്കെ ഉള്ള സിനിമകൾ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഈ തമിഴ്നാട് കേരള ബോർഡർ ഒരു ഹിറ്റ് മെറ്റീരിയൽ ആണ് എന്ന് കാണിച്ച് സിനിമകൾ തുടങ്ങി വെച്ചത് മഴവിൽക്കാവടി തൊട്ട് അങ്ങോട്ട് എടുത്ത ഒരുപാട് സിനിമകളുണ്ട്. അത് അത്തരത്തിൽ പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തല്ലോ. അത് ബൈലിംഗ്വൽ എന്ന് പറയുന്നത് വീട് തമിഴ്നാടുമായിട്ടുള്ള ബന്ധമുണ്ട്, മഴവിൽക്കാവടിക്ക് തമിഴ്നാടുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ആ ഒരു ബന്ധം പിന്നീട് ഒരുപാട് പേര് അങ്ങനത്തെ സിനിമ ഇഷ്ടം പോലെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. എട്ടക്കൊരു സാധനം പറഞ്ഞെന്നുള്ളൂ. സ്ഥിരമായിട്ട് പറയുന്ന ഇതാണ്, ഇതൊക്കെ പുതിയതായിട്ട് കിട്ടുന്നല്ലേ. പക്ഷെ ജയറാമേട്ടൻ ഈ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ നേരത്തെ പിഷാരടി പറഞ്ഞതുപോലെ ഒരുപാട് രസകരമായ എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും പറഞ്ഞാൽ പോലും ഞാനത് ഫുള്ളായിട്ട് കേൾക്കും. ഇത്ര ഒരു രസകരമായിട്ടൊരു സാധനം പ്രസന്റ് ചെയ്യാനാണ് ഭയങ്കര ഞാൻ കേട്ടോ. പിന്നെ പാട്ടുകളുടെ ഒരു ധാരാളിത്തം എന്ന് പറയുന്നത് വലുതാണ്. ജയറാമേട്ടനെ സംബന്ധിച്ച് നമ്മുടെ എക്കാലത്തെ മികച്ച മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എല്ലാം പാട്ടുകൾക്ക് ലിപ്പ് കൊടുത്ത് അഭിനയിക്കാൻ, ദാസേട്ടന്റെ എത്രയോ പാട്ടുകൾക്ക് ലിപ്പ് കൊടുത്ത് അഭിനയിക്കാൻ പറ്റുക, സൂപ്പർ ഹിറ്റ് പാട്ടുകൾക്ക് ലിപ്പ് കൊടുത്ത് അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ തുടങ്ങിയ ധ്വനി സിനിമ തന്നെ വലിയൊരു തുടക്കമാണ്.
നൗഷാദ് ഏറ്റവും നല്ല സംഗീത സിനിമകളിൽ സംവിധാനം അത് ജയറാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ 4ാമത്തെ സിനിമയാണ് ധ്വനി. ധ്വനി എന്ന് പറഞ്ഞ സിനിമയില് അതും നസീർ സാറിന്റെ കൂടെ, കാരണം നസീർ സാറിനെ കാണാൻ പോയത് ഗൾഫില് ഞാനും ജയറാം കൂടെ ആ ഫസ്റ്റ് മീറ്റിംഗ് ഫസ്റ്റ് അതൊന്നും പറയൂ. ഞങ്ങള് കലാഭവന്റെ പ്രോഗ്രാം കഴിഞ്ഞു. ഞങ്ങൾക്ക് കൈരളിയുടെ ഒരു സ്വീകരണം അച്ഛനും ആവേലച്ഛനും ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ ആരോ പറഞ്ഞു നസീർ സാർ താഴെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നസീർ വന്നിട്ടോ പറഞ്ഞല്ലോ വിളിയാണ്. അന്നത്തെ പ്രായത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഓടി വന്നപ്പോ സാക്ഷാൽ നസീർ സാർ ഒരു കാറിലിരിക്കുന്നു, അല്ലേ? കാണാൻ വേണ്ടി പോയി. അത് പിന്നെ കാണാൻ പോയത് ഞാൻ, പക്ഷെ താഴെ വന്ന് കണ്ടു. അപ്പോഴാ പറഞ്ഞ ഒരു ടൈം. അപ്പം ജയറാമിന് നിർബന്ധം എന്തായാലും നേരിട്ട് കാണണം. ആഗ്രഹം നമുക്കുണ്ട്, പക്ഷെ ആങ്സൈറ്റി കൂടുതൽ ചെയ്യണം. പിറ്റേ ദിവസം നമുക്ക് ഒരു ഡേറ്റ് തന്നു. ഞാനും ജയറാം കൂടെ പോയി കണ്ടു, സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ അന്നൊന്നും ഒരാളുടെ ശബ്ദം വേറെ ആൾ അനുകരിക്കുന്നത് കേട്ടിട്ടുള്ള ഒരു അനുഭവം ഇല്ല. നസീർ സാറിന് ഇല്ല, ആർക്കും ഇല്ല. നസീർ സാർ അപ്പൊ അതിന് മുമ്പ് കണ്ടിട്ടില്ല, നമ്മുടെ ഷോസ് ഒന്നും കണ്ടിട്ടില്ല. ഷോസ് ഒന്നും എല്ലാവരും പുള്ളിയോട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കലാഭവനിൽ ഒരാള് അതേപോലെ കാണിക്കും. അതെ അതെ. അപ്പോഴാണ് ഫസ്റ്റ് പോയിട്ട് പാം ബീച്ച് ഹോട്ടലിൽ ദുബായിൽ ഒരു നല്ല ബ്രൗൺ ആൻഡ് ബ്രൗൺ സഫാരി സൂട്ട് വരൂ എന്നെടുത്ത് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എന്നെ പോലെ കാണിക്കുന്നുണ്ടെന്ന് ആൾ. ഞാൻ പറഞ്ഞു കാണിച്ചാൽ കുഴപ്പമില്ല. പണ്ടൊക്കെ ആലപ്പി ഷെഫാണ് എന്നെ പോലെ കാണിച്ചത്. പക്ഷെ ഇത് വളരെ നാച്ചുറലായിരിക്കും എല്ലാവരും പറയും. ഒന്ന് കാണിക്കുന്നു പറയും. പിന്നെ കാണിക്കാൻ പറഞ്ഞ കാണിച്ചപ്പോ നമ്മളൊക്കെ വിചാരിക്കുന്ന ചിരി എങ്ങനെയാ, അങ്ങനല്ലേ ചിരിക്കുന്നത്. പുള്ളി പിടിവിട്ടു പോയി ചിരി. എന്തായിരുന്നു ആദ്യം കാണിച്ചത് അദ്ദേഹത്തിനോട്? അത് ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ കാണിച്ചു. അതിനുശേഷം കുറച്ചും കൂടി ലിബേർട്ടി കിട്ടിയപ്പോൾ കുറച്ച് സാറ് പണ്ടത്തെ കുറേ ലവ് സീൻസ് ഒക്കെ കാണിച്ചോട്ടെ. അതെന്താ എടുത്ത് ചോദിച്ചു. അല്ല, പണ്ട് ഷീലാമ്മയുടെ പുറകെ പോയിട്ട് ഈ കല്ലെറിഞ്ഞ് വിളിക്കും. അതെ അതെ. എന്നിട്ട് ആ കല്ല് കൊള്ളുന്നത് ഷീലാമ്മയുടെ മേത്ത് കൊള്ളില്ല. അപ്പുറത്ത് പൊന്നമ്മ ചേച്ചി ആരെങ്കിലും മൊറവായിട്ടിരിപ്പുണ്ടോ, അമ്മയുടെ മേത്തായിരിക്കും കൊള്ളുക. ഒരു ലവ് സീൻ അതായിരിക്കും. പോയിട്ട് ഇങ്ങനെ ഒന്ന് ഇടുകയും അമ്മയെ കൂടെ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാതെ. ഓ അങ്ങനെ ഉണ്ടല്ലേ, അത് അമ്മയുടെ മേത്താണോ കൊള്ളുന്നത്? ഓ ഞാനതൊന്നും കണ്ട അങ്ങനെ എല്ലാം പുള്ളി. പിന്നീട് ശരിക്കും മരണം വരെയും വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നല്ലോ ഒരുമിച്ച്, അല്ലേ? ഒരുപാട് വലിയ സിനിമ കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോഴും എനിക്ക് തോന്നുന്നു പലപ്പോഴും അങ്ങനെയില്ല. വീട്ടിലേക്ക് ക്ഷണിച്ചു, അത് പോകാൻ പറ്റിയില്ല. അതിന് പാവം അദ്ദേഹം പിന്നെ ഉണ്ടായില്ല. അതാണ് മറ്റേ പറ്റി പറയുന്നല്ലേ, പ്രസാദേട്ടൻ ഒരു തുമ്പയാണ്. ഒരുപാട് റോക്കറ്റുകൾ അവിടെ ബഹിരാകാശം വരെ പോയിട്ടുണ്ടെങ്കിലും തുമ്പ തിരുവനന്തപുരത്ത് തന്നെ ഒരാളാണ് പ്രസാദൻ. അതിൽ വലിയ സന്തോഷമാണ്. ചിലർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ വളർച്ചയിൽ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചോളണം എന്നുള്ള നിർബന്ധമില്ല. ചിലർക്ക് അതിലൊരു ഒരു ഒരു വേദനയൊക്കെ ഉള്ള മനുഷ്യ സഹജമാണ്. അതൊരു പരാതിയൊന്നുമല്ല പറയുന്നത്. പക്ഷെ അതില്ലാത്തത് മനുഷ്യ സഹജമല്ല. അസൂയ ഉണ്ടാകുക, അയാളോട് ദേഷ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ നോർമൽ. അത് തെറ്റെന്നല്ല പറയുന്നത്. തെറ്റിക്കിടക്കുന്നത് പ്രസാദനാണ്. കലാഭവനിൽ ചെല്ലുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഓൾറെഡി ഉള്ള ആൾക്കാരാണ്, അവരിലേക്കാണ് ചെന്നെത്തുന്നത്. എപ്പോഴെങ്കിലും ഒരു ഹൈറാർക്കി ഫീൽ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു വ്യത്യാസം നിങ്ങളുടെ ഇടയിൽ എപ്പോഴെങ്കിലും അടുത്ത ഒരിക്കലും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അല്ലേ അതിനകത്ത്? അന്നത്തെ കാലത്ത് എന്തായിരുന്നു കലാഭവന്റെ ഒരു പ്രോഗ്രാമിന് പോകാന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വലിയൊരു സിനിമയിൽ ആക്ടർ പോകുന്നതിന് തുല്യമാണ്. ഓരോ ഫൈനാൻസ് സൊസൈറ്റിയിലും ചെന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വെൽക്കം എന്താണെന്ന് അറിയാമോ? അന്ന് വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് 40 വർഷങ്ങൾക്കുമുള്ള കാര്യമാണ്. അതിലേക്ക് അത് കഴിഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ പോയി നിന്നാലും ഒരു നടന്റെ ചുറ്റും കൂടുന്ന പോലെയാണ് ആൾക്കാർ കൂടുകയാണ്. പ്രോഗ്രാം കണ്ടിരുന്നു. അത് ഇത് ഇന്നത്തെ പോലെ സെൽഫി എടുക്കാനില്ല. അതെ അതെ. എന്നാലും വന്ന് കണ്ട് അത് സംസാരിക്കുന്നത് ഒരു അതപ്പോ അപരൻ അഭിനയിക്കുന്ന സമയത്തും ആ ഒരു സ്റ്റാർഡം എൻജോയ് ചെയ്തിരുന്നു അല്ലേ? അവരുടെ അഭിനയിക്കുന്നതിന് മുമ്പ് പത്മനാഭൻ സാർ പറഞ്ഞത് ഇതോടുകൂടി മിമിക്രി വിട്ടേക്കണം എന്ന് പറഞ്ഞു. അതൊരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു കലയാണ്. വേറെ ആളെ പോലെ നടക്കുക, വേറെ ആളെ പോലെ കാണിക്കുക. സോ നീ അതങ്ങ് വിട്ടേക്കണം, നീ അത് വേണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് സാറ് തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും, ആ പ്രൈം മിനിസ്റ്റർ ഒന്ന് കാണിക്കട്ടെ. സാറില്ല വിട്ടേക്കാൻ പറഞ്ഞു. അല്ല ഇങ്ങനെയൊക്കെ കാണിക്കാം, മനസ്സിന്ന് അങ്ങോട്ട് ഇറക്കി. പത്മനാഭൻ സാറിന്റെ ശരിക്കും പറഞ്ഞാൽ ശോഭനയെ നോക്കി കാണിക്കേണ്ട പല ആക്ഷൻസ് പത്മനാഭൻ സാറിനെ കണ്ണി നോക്കിയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണ്. 2C ക്യാമറയില്ലേ തൊട്ടടുത്ത് വെച്ചിട്ട് സാറിന്റെ വല്ലാത്തൊരു കണ്ണാണ്. ഇനി നീ അവളുടെ മുഖത്ത് നോക്കി പറയുന്നു എനിക്ക് ഇഷ്ടമാണെന്നുള്ളത്, പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് സാറാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങളെല്ലാവരും ഒരേപോലെ ആയിരുന്നു 87-ല്. അതിന്റെ വീഡിയോ കാസറ്റ് റിലീസായിട്ട് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് പോയി 88-ല്. അപ്പോൾ തന്നെ ജയറാം സ്റ്റാറായി. കാരണം ജയറാമിന് ആയിരുന്നു അത്രയും ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കലാഭവന്റെ ഷോ എല്ലാവരും ഒരേപോലെ ആയിരുന്നു പേയ്മെന്റ് ഒക്കെ. എങ്കിൽ പോലും രണ്ടാമത്തെ ഷോയിൽ തന്നെ ജയറാമിന് ഒരു ഗ്ലാമർ. സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഓൾറെഡി
അവരെന്നുള്ള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓ അത് ശരി. അവിടെ അത് വെച്ചാണ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്, പുറത്ത് പറഞ്ഞിട്ടില്ല, ആരോടും പറയണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ വെച്ചാണ് പക്ഷേ അകത്തുള്ള എല്ലാവർക്കും അറിയാം, സൈനുദ്ദീനും ബാക്കി എല്ലാവർക്കും അറിയാം. അതിനോട് ഞങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് സൈനുദ്ദീൻ വെറുതെ രാവിലത്തെ പേപ്പർ എടുത്തിട്ട് ആ കലീസ് ടൈംസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പറയും, പത്മരാജന്റെ പുതിയ നായകൻ കൊള്ളല്ലോ, ഞാൻ അത് കണ്ടിരുന്നോ, ആ പുതിയ ആളെ വേറെ ഇട്ടല്ലോ, ഊട്ടി വെറുതെ അങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ആണ് ഗോൾഡൻ എറ ഓഫ് മിമിക്രിയുടെ ഒരു സ്റ്റോറിയിലൂടെയാണ്. ഇവരൊന്നും മിമിക്രി, ഞാനൊക്കെ മിമിക്രിയിൽ വളർന്ന ആളെന്ന് വേണേ പറയാം. ഇവര് മിമിക്രിയെയും കൂടെ വളർത്തിയിട്ടുണ്ട്. സത്യം. ഇവർ 5 പേര് നിരന്നിട്ടാണ് കേരളത്തില്, അല്ലെങ്കിൽ പ്രസാദന് ഒരു 5 പേര് നിരന്നു, തൊട്ടടുത്ത വെച്ച് ജയറാമേട്ടൻ വന്ന് ഇവർ 10 പേര് നിരന്നെങ്കിൽ അതുകൊണ്ട് കുടുംബവും വീടും കാറും ഉണ്ടായ 500 പേരെങ്കിലും ഇന്ന് കേരളത്തിലുണ്ട്. 500 പേരെങ്കിലും ആട്ടോ ഞാൻ പറയാം. അതിനപ്പുറം സിനിമയിലും മറ്റു മേഖലകളിലും ഒക്കെ എത്തിപ്പെട്ട വേറെ ആൾക്കാരുണ്ട്. അതിനെല്ലാം ഒരു തുടക്കം ഈ ആദ്യത്തെ ആൾക്കാർ അവിടെ ഒരു സക്സസ് അല്ലാതെ പോയിരുന്നെങ്കിൽ, ആദ്യത്തെ ആൾക്കാരുടെ കരിയർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ, ഈ ആദ്യത്തെ ആൾക്കാർ ഇപ്പോഴും അവിടെ സജീവമായി അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് അങ്ങനെ വരില്ലായിരുന്നു. വഴി വെട്ടിത്തെളിച്ചവരാണല്ലോ ഇവരെല്ലാവരും. അതെ, ആ വഴിയിലൂടെ നടന്നവരാണ് നമ്മൾ. അത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി. അപ്പോ തീർച്ചയായും ഈ 2 പേരുടെ കൂടെ ഇരുന്ന് ശരിക്കും ഒരു കാലഘട്ടം പറഞ്ഞതാ, അത് കഴിഞ്ഞുള്ള ചേഞ്ച് ഓവറിന്റെ കഥ പറഞ്ഞു. താങ്ക് യു. ഞാൻ വിഷ്ണുവോടും പ്രസാദനോടും താങ്ക് യു പറയാം. എനിക്കൊരു ഇതാക്കി സ്റ്റേജ് അല്ലേ, രണ്ടുപേരും വന്നുകൊണ്ടാണ്. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ സത്യം പറഞ്ഞാൽ ഈ പേര് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അല്ല, ഞാൻ ശരിക്കും ഓസ്ലർ എന്നല്ല കേട്ടത്, ഓസ്കാർ എന്നാ കേട്ടത്. ഞാൻ ആ ജയറാം ഓസ്ലർ എന്നല്ല കേട്ടത്. അപ്പൊ ഞാൻ പേര് ഏതാന്ന് രണ്ടാമത് ഞാൻ ചോദിച്ചില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓസ്കാർ എന്ന് പറയുന്ന സിനിമ വന്നിട്ടുണ്ടല്ലോ, സലീം അഹമ്മദിന്റെ ഓസ്കാർ ഗോസ് ടു എന്ന് പറഞ്ഞു. അല്ല, അപ്പൊ അബദ്ധത്തിന് കേട്ടതാണ്. എങ്കിൽ പോലും ജയറാമിന് ഭാവിയിൽ പത്മശ്രീയുടെ കൂടെ ഓസ്കാറും കൂടെ ഒക്കെ വന്ന് പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് ഇതൊന്നും കിട്ടാതെ തന്നെ ഓരോരുത്തര് ഞാൻ നോക്കുമ്പോ ഇങ്ങനെ മുട്ടുസൂചി 500 എണ്ണം തിന്നുക, 1 കിലോയുടെ 10 കിലോയുടെ ചാക്കെടുത്ത് ഹിമാലയത്തിൽ കയറിയിട്ടൊക്കെയാണല്ലോ ആൾക്കാർക്ക് ഗിന്നസ് കിട്ടുന്നത്. ഇദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ പോയ ഗിന്നസ് വെറുതെ കിട്ടും. ഗിന്നസിന്റെ ട്രൂപ്പിന് പേരിട്ടിട്ട് എത്ര മിമിക്രിക്കാരെ ഗിന്നസ് കൊണ്ട് നടക്കുന്നത്. ഈ വിദേശത്ത് പരിപാടിക്ക് പോയിട്ട് നോട്ടീസ് കൊടുക്കുമ്പോ മനോജ് ഗിന്നസ്, മറ്റേ ഗിന്നസ് ഒക്കെ കാണുമ്പോ ഇയാൾ നോക്കൂ അവരുടെ ഇവൻ ആരുടെ ഗിന്നസിൽ കെട്ടിയിരിക്കുകയാണ്. അത് കലക്കി. അത് കൊള്ളാം. എന്തായാലും ഒറിജിനലായിട്ട് കിട്ടിയ പക്രുചേട്ടൻ അവിടെ ഇവിടെ ചെന്ന് ഗിന്നസ് പക്രു എന്ന് പറയുമ്പോ പ്രസാദിന്റെ ട്രൂപ്പിലായിരുന്നു. എത്ര പേര് ചോദിച്ചോ, ചേട്ടന്റെ ട്രൂപ്പിലായിരുന്നല്ലേ? കഷ്ടപ്പെട്ട് ഗിന്നസ് എടുത്ത ആളാണ്. അപ്പൊ തീർച്ചയായും നമ്മൾ ആ ഒരു ജേർണിയിലോട്ട് കൊണ്ടുപോയതിന് 2 പേരോടും പ്രത്യേകം നന്ദി. അല്ലേ ജയറാമേട്ടാ? അപ്പം ഉറപ്പായും താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഞങ്ങൾ ഇറന്നു. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ ഓസ്ലർ കണ്ടായിരുന്നു. കണ്ടിട്ട് ഫസ്റ്റ് റിവ്യൂ നമുക്ക് കിട്ടി. ഇനി ബാക്കി നമ്മൾ കണ്ടാൽ മതി. അത് ഗംഭീരമാണ്. ഈ പറഞ്ഞ പോലെ ജയറാമേട്ടൻ എന്ന് പറയുന്ന ആള് ഇപ്പം മറ്റു ഭാഷകളിൽ വളരെ തിരക്കിലാണെങ്കിലും ഞാൻ വളരെ വലിയ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ചെയ്യാത്തതാണ് കേട്ടോ. പടം അദ്ദേഹത്തെ തേടി വരാത്തല്ലാതെ എനിക്കറിയാം. ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വെയിറ്റിംഗ് ഉണ്ട്. അത് ആ വെയിറ്റിങ്ങുകളെല്ലാം ഏറ്റവും ഗംഭീരമായിട്ട് മാറട്ടെ വളരെ ഹൃദയത്തിൽ തൊട്ട് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒറ്റ ചോദ്യം കൂടി പിഷാരടുത്ത് ചോദിച്ചിട്ട് വിടാം, കാരണം ജയറാമേട്ട ഉത്തരം പറഞ്ഞില്ല. ജയറാമേട്ട ആ സസ്പെൻസ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുമെന്നാണ് പറഞ്ഞത്. കണ്ട ആളെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം, എന്താണ് തിയേറ്ററിൽ പോയി ഓസ്ലർ കാണണം, എബ്രഹാം ഓസ്ലർ കാണണം എന്നുള്ളതിന് വ്യക്തമായ ധാരണ ഓൾറെഡി ബിഷുവിനുണ്ട്, കാരണം ബിഷു കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടെന്ന് പറയും ബിഷു? നമ്മുടെ സിനിമ കാണുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് എന്റർടൈൻമെന്റ് കിട്ടണം എന്നുള്ളതാണ്. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും നർമ്മം തന്നെയല്ല. നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, നമ്മൾ ത്രില്ലടിക്കുക, നമ്മൾ പാട്ട് ആസ്വദിക്കുക, നമ്മൾ വലിയ വിഷ്വലുകൾ കാണുക. ഇപ്പൊ ചില പടങ്ങൾ ബാഹുബലി കാണുന്നത് വിഷ്വലാണ്. ഇപ്പൊ അതിനോടും നമുക്കൊരു ഒബ്സഷൻ ഉണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ടൂറായിട്ട് താജ്മഹൽ കാണാൻ പോകുന്നത്. ഇതിങ്ങനെ കണ്ടിട്ട് തിരിച്ചു വരുവാണല്ലോ, ഇത് പൊട്ടിച്ചുകൊണ്ട് വരാനൊന്നും നമുക്ക് പറ്റില്ല. എന്നാലും 365 ദിവസം അവിടെ തിരക്കാണ് ഇത് കാണാൻ വരുന്ന ആൾക്കാരുടെ. അപ്പം ഏതൊക്കെയോ തരത്തിൽ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു സിനിമയുടെ വലിയ ലക്ഷ്യം. ഒപ്പം മനുഷ്യന്റെ കലാപ്രകടനങ്ങൾ കാണുക, മറ്റു മനുഷ്യനെ അഭിനയിച്ചതും കാര്യങ്ങളൊക്കെ കാണുക. അങ്ങനെ നോക്കുമ്പോൾ മിഥുൻ ഈ ഒരു മേഖലയിൽ മിഥുന്റെ ഈ സസ്പെൻസും ത്രില്ലുകളൊക്കെ ഉണ്ടാക്കുന്ന വളവുകൾ ഉണ്ടാക്കുന്നതിൽ പുതിയ രീതിയിൽ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ്. അതിന്റെ എഴുത്തുണ്ട്, മികച്ച അഭിനേതാക്കളുടെ നല്ല പ്രകടനങ്ങളുണ്ട്, നമ്മൾ വിചാരിക്കാത്ത ചില വളവുകളും തിരിവുകളും നമുക്ക് സർപ്രൈസുകൾ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. കുറച്ച് അധികം നാളിന് ശേഷം നമുക്ക് ജയറാമേട്ടനെ നമ്മുടെ മലയാളത്തിന്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഏത് കാരണം കൊണ്ട് നോക്കിയാലും ഓസ്ലർ നമ്മൾക്ക് ഒരു പൈസ വസൂൽ. ഇതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടാനില്ല. താങ്ക് യു ഫോർ ദ ഫസ്റ്റ് റിവ്യൂ വിഷു. താങ്ക് യു.
പ്രസാദ താങ്ക്സ് എ ലോട്ട്, താങ്ക് യു. യുവർ പ്രസൻസ് മേഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. കാരണം ജയറാമേട്ടൻ ഇപ്പോൾ ശരിക്കും എനിക്ക് കാണായിരുന്നു, അത് ആ ഒരു കാലഘട്ടത്തിലോട്ട് പോയി നസീർ സാറിനെ കണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നതും ഈ സൈനിക കൊടുത്ത പണിയുടെ കാര്യമൊക്കെ ഇതിനു മുമ്പ് ഒരിക്കലും ഒരിടത്ത് കേൾക്കാത്ത കാര്യങ്ങളാണ്. അതൊക്കെ വലിയ സന്തോഷം. താങ്ക്സ്. ചേട്ടാ, എബ്രഹാം ഓസ്ലർ എന്നുള്ള പേര്, അതിലൊരു ചെറിയ കോയിൻസിഡൻസ് അഗൈൻ സോഷ്യൽ മീഡിയ ഇൻപുട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഈ പേരിലുള്ള നമ്മുടെ 4 പേരുടെയും, അത് 3 പേരുടെയും പടങ്ങൾ ഓൾറെഡി സൂപ്പർ ഹിറ്റുകളാണ്. ഡെറിക് എബ്രഹാം എന്നുള്ള പേരിൽ മമ്മൂക്ക വന്ന പടം, എബ്രഹാം അല്ലെങ്കിലും എബ്രാം ഖുറേഷി എന്ന് പറയുന്ന ലാലന്റെ ലൂസിഫർ, ഓക്കെ. ഇത് കഴിഞ്ഞ എബ്രഹാം മാത്യു മാത്തൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി വന്ന സിനിമ പാപ്പൻ. ഒരു ചെറിയ കോയിൻസിഡൻസ് പോലെ എബ്രഹാം ഓസ്ലർ എന്നുള്ള പേരിൽ ജയറാമേട്ടന്റെയും പടം വരുന്നു. ഈ പറയുന്ന പോലെ 4 പേരുടെയും ഒരു മൈൽ സ്റ്റോൺ പടങ്ങളായിട്ട് വരാവുന്നതാണ് എന്നുള്ള രീതിയിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാണത്. ഇസ് ഇറ്റ് എ കോയിൻസിഡൻസ് ഓർ നോട്ട് എന്നുള്ളത്? കോയിൻസിഡൻസ് അല്ലേ? എബ്രഹാം എന്നുള്ള പേരിന് അങ്ങനെ ഇടുന്നുള്ളൂ. പടത്തിലെ ശരിക്കും പേര് എബ്രഹാം ഓസ്ലർ. അതെ, ഓസ്ലർ മീൻസ് ഇന്നത്തെ ഒരു മോഡേൺ മെഡിസിന്റെ ഒരു തലതൊട്ടപ്പനാണ്. ഓഹോ, അത് ശരി. സോ എന്നെ ഒരു ഡോക്ടർ ആക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അച്ഛനിട്ട പേരാണ് ആ ഓസ്ലറും ചേർത്തിട്ട്. ഓ, അത് ശരി. അതാണ് അതാണ് ആ മെഡിക്കൽ ഒരു മോഡേൺ മെഡിസിന്റെ ഇതായതുകൊണ്ടാണ് ഓസ്ലർ എന്ന് പേര് വെച്ചത്. അതപ്പോ അങ്ങനെ ഒരു സാധനം കൂടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവര് എത്രയോ നാളെ ജയറാമന്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മിക്കവാറും നേരത്തെ പിഷാരടിയൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പോയിന്റാണ്. അതായത് നമുക്ക് പിന്നെ ഒരു ജയറാം അഡിക്ഷൻ വരും. കാരണം ഒരു എഴുതി വരുന്നത് അത് ജയറാമേട്ടന് വേണ്ടിയിട്ട് എഴുതിയുണ്ടാക്കും. അങ്ങനെ ചേട്ടനെ വെച്ചിട്ട് സിനിമ ചെയ്തത് അതൊക്കെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ഭയങ്കര എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, എല്ലാ അസോസിയേറ്റ് ഡയറക്ടേഴ്സും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ആ 40 ദിവസം കഴിയുമ്പോൾ ചേട്ടാ എനിക്കൊരു അത് പലപ്പോഴും കിട്ടിയിട്ടുമുണ്ട്, എന്നാൽ അതൊക്കെ നടത്തിയിട്ടുമുണ്ട്. എല്ലാവരും ആ ഒരു കുടുംബത്തിലെ 2 പേരുടെയും ഇൻട്രോ പടങ്ങൾ എന്ന് പറയുന്നത് ജയറാമേട്ടനെയാണ്. ആ കുടുംബത്തിലെ 2 പേരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് റാഫിയും ഷാഫിയും ആണല്ലേ? അതെ, അതായത് റാഫി മെക്കാട്ടിന്റെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ, ഷാഫിയുടെ വൺ മാൻ ഷോ. അപ്പൊ വൺ മാൻ ഷോയിലോട്ട് പോകാല്ലേ? ആ വൺ മാൻ ഷോ ജയറാമേട്ടന് തന്ന ഡയറക്ടർ ഷാഫി. ലെറ്റ്സ് വെൽക്കം ഷാഫി സാർ. വെൽക്കം. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളിക്ക് നൽകിയ ഷാഫി സാർ, ഡയറക്ടർ ഷാഫി. തിരിച്ചറിയാൻ വയ്യ, രണ്ടുപേരും ഒരേപോലെ. ഞാൻ പറഞ്ഞതിന് പേര് മാറിപ്പോയെന്ന് വിചാരിച്ചു. അല്ല, റാഫിയ വരുന്നെന്ന് വിചാരിച്ചു. തെറ്റു ചെയ്യാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്,